നമ്മൾ വെക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പഴം കഞ്ചി. ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടു. ഇന്നലെ കുറേ ചോറിങ്ങനെ ബാക്കി വന്നിരുന്നു. ഇന്നലെ യാവിൻ്റെ അങ്കിളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ കുറേ ചോറ് ബാക്കി വന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വേറൊന്നും കറിയൊന്നും ഉണ്ടാക്കാനൊന്നും മൂഡ് വന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് പഴം കഞ്ഞി ഒന്ന് വയ്ക്കാതെ വേർത്ത്. അപ്പോൾ ഓക്കെ, ഇതുണ്ട അരി ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി വെള്ളത്തിൽ മുക്കി വെച്ചു. മട്ടയുടെ അരി ഇല്ല, നോർമൽ അരിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മുക്കി വെച്ചിട്ടുണ്ട്. തൈര് ഞാൻ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ കുറേ നേരം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഉള്ളിയും പച്ചമുളകും, ചെറിയ ഉള്ളി കേട്ടോ, ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ വേപ്പില എല്ലാതും കൂടി ചേർത്ത് ഞാൻ ഒരു മസാല ആക്കിണ്ടത്. പിന്നെ ചെന്ന് ഞാൻ തൈര് മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം തുടങ്ങിയിട്ടുണ്ട്, വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ടാവും. എന്ത് പറയാനാ പറയാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ച സംഭവം ഇത് മതിയാവുമെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ യാവിൻ്റെ ഒപ്പം ഒറ്റയ്ക്കായ പിന്നെ കുക്കിങ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സംഭവം ഇപ്പം തുടങ്ങി. കാരണം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക്. അപ്പം ഇത് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇടാം. ഓക്കെ, ഇതാണ് നമ്മുടെ മസാല. അപ്പം എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ചെറിയ ഉള്ളി ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് എരിവ് നല്ല ഇഷ്ടമാണ്, യാവിനും അത് എരിവ് നല്ല ഇഷ്ടമാണ്. പിന്നെ വേപ്പില, ഇഞ്ചി. ഇനി തൈരിടണം. കുറച്ചും കൂടി കണ്ടിടാം. തൈര് കിടന്നോട്ടെ, അല്ലേ നന്നായിട്ട് കിടന്നോട്ടെ. കാരണം ചോറ് ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നലെ ആക്ച്വലി യാവിൻ്റെ അങ്കിളും ആൻറ്റിയും വന്ന്, അപ്പം ഞാൻ ഒന്ന് പുറത്തു പോയി. അപ്പോഴത്തേക്കും ആൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മൾ എത്ര ഇവിടെ ഉണ്ടാക്കണമെന്ന്. എന്നുവെച്ചാൽ ചോറേ ആളങ്ങോട്ട് 2 ഗ്ലാസ് അങ്ങോട്ട് ചോറങ്ങോട്ട് ഇട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ട്. ഇത് നമ്മളുടെ കൈ നല്ലോണം കഴുകിയിട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ കഴുകിയിട്ടിതേ ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി തൈര് കിടന്നോട്ടെ. ഇപ്പം തന്നെ അതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് മോനെ. ഉപ്പിടാൻ മറന്നു. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്നിടാം, കുറച്ചുകൂടി ഉപ്പൊന്നിടാം. കാരണം ഇഷ്ടംപോലെ ചോറുണ്ട്. ഞാൻ ഇതുണ്ടാക്കുമ്പോൾ എൻ്റെ വായന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ കഴിക്കണം. ഇതിങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾക്ക് കുറച്ച് നേരം വെക്കണം, എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് അരിയിലൊക്കെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പെടുള്ളൂ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് മൂടി വയ്ക്കാം. പിന്നെ ഞാനിതിന് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ അവിടെ ഉണ്ട് ഈ നാഗമിർച്ച ഉണ്ട്. നാഗമിർച്ച എന്ന് പറയുന്നത് രാജാമിർച്ച എന്ന് പറയുന്നത്, അവർ ഉമ്രോക്കെന്നാണ് പറയുക. അതിൻ്റെ മസാല ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര എരിവായിട്ടിത്. 1.75 മില്യൺ സ്കോവിൽ യൂണിറ്റ്സ് ഉണ്ട്. നമ്മുടെ എരിവ് എങ്ങനെ ഇതാക്കുന്ന പറഞ്ഞാൽ ഈ സ്കോവിൽ യൂണിറ്റ്സ് വെച്ചിട്ട് എരിവ് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ നമ്മളുടെ പച്ചമുളക് ഞാൻ മേടിച്ചില്ല, അങ്ങനെ എരിവില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് മിക്സ് ആക്കാമെന്ന് കയറിയാണ്. ഞാൻ കൈ കൊണ്ട് ഇത് തൊടൂല. ഒരിത്തിരി ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ. ഇതും കൂടുതലാണെന്ന് തോന്നുന്നു. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം, കാരണം അല്ലെങ്കിൽ യാവിൻ കഴിക്കില്ല. ഇതും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതെൻ്റെ പേഴ്സണൽ ഒരു തെച്ചാട്ടോ. അപ്പോൾ ഇതുണ്ടെന്ന് വെച്ചാൽ അവൻ കഴിക്കും. അവനക്ക് എരിവെന്ന് പറഞ്ഞാൽ എന്തായാലും ജീൻസ് അതിൻ്റെ തന്നെ നാഗയുടെ ജീൻസിന് ഇവർ നാഗ എന്ന് പറയും. ഇവിടെ മണിപ്പൂരിൽ നിന്ന് നാഗ ട്രൈബ് ഇവർ. അപ്പോൾ ഓക്കെ ഗൈസ്, കുറേ നാൾക്ക് ശേഷം ഞാൻ ആക്ച്വലി പഴങ്കഞ്ഞി കഴിക്കാൻ പോകുന്നത്. കൈ കൊണ്ട് മാത്രം, വേറൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട് ഊറ്റി കുടിക്കുക, ഊറ്റി തിന്നുക. സ്പൂണൊന്നുമില്ല. ഇതല്ലേ കണ്ട, കഴിച്ചു നോക്കാം അല്ലേ. മോനെ ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ സിമ്പിൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ല രസമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇടയ്ക്ക് ഞങ്ങൾ കുഴച്ചങ്ങോട്ട് കൊടുക്കുക ചോറ്. കാരണം മട്ടരി അല്ലാത്തതുകൊണ്ട് മോട്ട റൈസ്, ദുബായിൽ മോട്ട റൈസ് എന്ന് പറയാം. ഇത് നോർമൽ ബാരിക് റൈസ്. ഞങ്ങൾ കുഴച്ചങ്ങോട്ട് തിന്നു കഴിഞ്ഞാൽ
ആ പച്ചമുളകിൻ്റെയും ചെറുള്ളിയുടെയും പിന്നെ വേപ്പിലയുടെ ടേസ്റ്റ്. അയ്യോ, നിങ്ങളോട് പറയാൻ മറന്നു, ഞാൻ അതിൻ്റെ ഒപ്പം ഒരു ഓംലേറ്റ് ഫ്രൈയും എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം. നിങ്ങൾ ഇപ്പോൾ കഴിക്കേണ്ട വെച്ചാൽ കാണിച്ചാൽ എന്തെങ്കിലും യൂനോ തൊട്ടാക്കാൻ അച്ചാറോ എന്നൊക്കെ മുട്ട ഫ്രൈയോ മുട്ട ആംലേറ്റോ ഇതൊക്കെ നല്ല രസമായിരിക്കും അതിൻ്റെ ഒപ്പം. പപ്പടാണ് അപ്പോൾ എന്തെങ്കിലും തോരൻ എന്നാ. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഭക്ഷണം. എന്താ മോനെ ടേസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും ഡെലിവറി വെച്ചാൽ പ്ലീസ് ഡു വിസിറ്റ് മീ. നല്ലൊരു അടിപൊളി ലഞ്ചോ ഡിന്നറോ ഞാൻ ഉണ്ടാക്കാട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരിക. ഞാൻ അപ്പോഴത്തേക്ക് ഒരു നല്ലൊരു സിനിമ കണ്ട് നിങ്ങളത് ആസ്വദിക്കട്ടെ. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം.